കേരള സർവകലാശാലയ്ക്ക് അകത്തെ SFI സമരപന്തലുടൻ പൊളിക്കില്ല. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. VC മോഹൻ കുന്നുമ്മൽ രാവിലെ സർവകലാശാലയിൽ എത്തില്ല. VCയെ തടയാനായിരുന്നു SFIയുടെ നീക്കം. തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ VC അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് സമരം. സാജിദ് അജ്മൽ തിരുവനന്തപുരത്തും. സാജിദ്, എന്താണ് വിശദാംശം? നിഷാദ്, വൈസ് ചാൻസലറും SFIയും തമ്മിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വലിയ തർക്കമാണ് മാസങ്ങളായി നിലനിൽക്കുന്നത്. ഏതാണ്ട് 2.5 മാസമായി ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. എന്നാൽ ഈ യൂണിയനെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് SFIയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ അനിശ്ചിതകാല സമരം SFI നടത്തുകയാണ്. ഇന്ന് VCയെ തടയും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നുണ്ട്. VC രാവിലെ എത്തില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നേരത്തെ ഈ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് VCയെ തടഞ്ഞിരുന്നു. ഇന്ന് ഈ SFIയുടെ വലിയ ഒരു പ്രവർത്തകർ ഇവിടെ ഉണ്ട്. VC എത്തിയാൽ തടയും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് VC എത്തുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴെന്തായാലും SFIയുടെ നേതാക്കൾ നമ്മോടൊപ്പം ഉണ്ട്. SFI ജില്ലാ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങളുടെ ഏക ആവശ്യമെന്ന് പറയുന്നത് ഈ യൂണിയനെ ഈ അധികാരത്തിൽ എത്താൻ അനുവദിക്കണം എന്നുള്ളതാണ്. സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. അതിനകത്ത് 4 മാസമായില്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. നമ്മൾ ജനാധിപത്യം വരെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കപ്പെട്ട് റിസൾട്ടും പ്രഖ്യാപിച്ചതാണ്. പക്ഷേ വൈസ് ചാൻസലർ ഇടപെട്ടുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാത്തത്. അത് അനുവദിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അദ്ദേഹം ഇന്ന് എത്തുകയാണെങ്കിൽ SFI തടയും. SFI നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചോളൂ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചു തന്നെയാണ്. ആ രൂപത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമരപന്തൽ പൊളിച്ചു മാറ്റണമെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അതിന് വരികയും ചെയ്തിട്ടുണ്ട്. ഇല്ലില്ല, പന്തൽ പൊളിച്ചു മാറണമെന്ന് നമ്മളോട് ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ ഏത് തരത്തിൽ ബലം പ്രയോഗിച്ചാലും പൊളിച്ചു മാറ്റാൻ SFI തയ്യാറല്ല. നമ്മൾ തീരുമാനിച്ചത് നമുക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ, ഈ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്നുള്ളതാണ്. അനുവദിക്കുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെ സമരം തുടരും എന്നുള്ളതാണ്. അതിനകത്ത് നാളെ ഇപ്പോൾ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ടല്ലോ. അതെ, പരിഗണിക്കുന്നുണ്ട്. നിഷാദ്, നാളെ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട്. അതിൽ ഹൈക്കോടതി ഒരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ VC എത്തുകയാണെങ്കിൽ VCയെ തടയാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഈ കുറേ ദിവസങ്ങളായി VC കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നില്ല. അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ VC കൂടിയാണ്. എന്തായാലും ഈ VCയെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കും എന്ന് പറയുന്നു. അതിനിടയിൽ DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ സമരപന്തൽ ഈ സർവകലാശാല ക്യാമ്പസിൽ നിന്ന് പൊളിച്ചു മാറ്റണം എന്ന ഒരു പരാതി പോയിട്ടുണ്ട്. എന്നാൽ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉടൻ അത്തരമൊരു നടപടികളിലേക്ക് ഈ പോലീസ് നീങ്ങാൻ ഇടയില്ല. പക്ഷേ ഈ വരും ദിവസങ്ങളിൽ അതിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചെങ്കിലും VC ഒപ്പിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഇതിൻ്റെ അറിയിപ്പ് നൽകണം. അത്തരം ഒരു അറിയിപ്പും അവർക്ക് രേഖാമൂലം ലഭിച്ചിട്ടില്ല എന്നുള്ളത് പല സിൻഡിക്കേറ്റ് അംഗങ്ങളും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിഷാദ്, ശരി.